ഒരു സ്ത്രീ പ്രസവിച്ച് കുറച്ച് നാളുകൾ കഴിഞ്ഞതിന് ശേഷം തന്റെ കുഞ്ഞിനെ ഭിത്തിയിൽ അടിച്ചു കൊലപ്പെടുത്തി എന്നതായിരുന്നു ആ വാർത്ത. ഏതാണ്ട് ഒരു 80% സ്ത്രീകൾക്കും പ്രസവത്തെ തുടർന്ന് ചെറിയ രീതിയിലുള്ള ഒരു സങ്കടം, വിഷാദം, അതല്ലെങ്കിൽ ചെറിയ ചെറിയ ഉറക്ക പ്രശ്നങ്ങൾ, ഉറക്കത്തിനുള്ള ചെറിയ ബുദ്ധിമുട്ട്, ഒരു ഉത്കണ്ഠ, ഇതൊക്കെ കാണിക്കാറുണ്ട്. ഈ കുഞ്ഞിനെ നന്നായി ശ്രദ്ധിക്കാനോ അത്തരം കാര്യങ്ങളൊന്നും സാധിക്കില്ലെന്ന് മാത്രമല്ല, ഈ കുഞ്ഞിനെ കുറിച്ച് തന്നെ ഇവർ വല്ലാതെ ആശങ്കപ്പെടും. ഈ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ, കുഞ്ഞിന് വല്ല രോഗം വരുമോ, അല്ലെങ്കിൽ കുഞ്ഞ് മരിച്ചു പോകുമോ, ഇത്തരത്തിലുള്ള ആശങ്ക കൊണ്ട് ഇവർക്കൊട്ടും ഭക്ഷണം കഴിക്കാതെ വരികയും വിശപ്പില്ലാതെ വരികയും തീരെ ഉറക്കമില്ലാതെ വരികയൊക്കെ ചെയ്യും. ഹലോ, വെൽക്കം ബാക്ക് ടു എൽസ്റ്റാർസ്. ഞാൻ ഓമന രാധാകൃഷ്ണൻ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, ചെറുപുഷ്പം ട്രസ്റ്റ് ഹോസ്പിറ്റൽ, പാല. നമുക്കറിയാലോ, ഈ ഭൂമിയിലേക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു അമ്മ കൂടിയാണ് ജനിക്കുന്നത്. ഒരമ്മയാകാൻ ഒരു സ്ത്രീ ഒരുങ്ങുന്നതോടൊപ്പം പലതരത്തിലുള്ള ചെറിയ ചെറിയ ശാരീരിക മാനസിക പ്രശ്നങ്ങളിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. പലപ്പോഴും കുഞ്ഞിന്റെ ജനന ശേഷവും പ്രസവാനന്തരവും ഈ ചെറിയ ചെറിയ മാനസിക ബുദ്ധിമുട്ടുകൾ നിലനിൽക്കാറുണ്ട്. ഏതാണ്ട് ഒരു 80% സ്ത്രീകൾക്കും പ്രസവത്തെ തുടർന്ന് ചെറിയ രീതിയിലുള്ള ഒരു സങ്കടം, വിഷാദം, അതല്ലെങ്കിൽ ചെറിയ ചെറിയ ഉറക്ക പ്രശ്നങ്ങൾ, ഉറക്കത്തിനുള്ള ചെറിയ ബുദ്ധിമുട്ട്, ഒരു ഉത്കണ്ഠ, ഇതൊക്കെ കാണിക്കാറുണ്ട്. ഇത് പ്രത്യേകിച്ച് ചികിത്സ ഒന്നും വേണ്ട കാര്യമല്ല. ഇത് അറിയപ്പെടുന്നത് പോസ്റ്റ് പാർട്ടം ബ്ലൂസ് എന്നാണ്, അല്ലെങ്കിൽ ബേബി ബ്ലൂസ് എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുക. ഇത് പലപ്പോഴും ജീവിത പങ്കാളിയുടെയും വീട്ടിലുള്ളവരുടെയും ഒക്കെ സ്നേഹമസൃണമായ പെരുമാറ്റത്തിലൂടെയും അവരുടെ ഒരു പരിഗണനയിലൂടെയുമൊക്കെ പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ലാതെ ഈ കാര്യങ്ങൾ അങ്ങ് മാറിക്കിട്ടും. ഒരു 1-2 മാസം കഴിയുമ്പോഴേക്കും ആ പ്രശ്നം മാറിക്കിട്ടും. എന്നാൽ ചെറിയൊരു ശതമാനം സ്ത്രീകൾക്ക് ഈ അവസ്ഥ കുറച്ചുകൂടി രൂക്ഷമാകും, അല്ലെങ്കിൽ തീവ്രമാകും. എന്ന് പറഞ്ഞാൽ കഠിനമായ സങ്കടം, ഭയങ്കരമായ ദേഷ്യം, അതുപോലെ തന്നെ തീരെ ഉറങ്ങാൻ പറ്റാതെ വരിക, വല്ലാത്തൊരു ഉത്കണ്ഠ, ഒരസ്വസ്ഥത, ഈ രീതിയിലേക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി തീവ്രമാകും. ആ സമയത്ത് ഈ കുഞ്ഞിനെ നന്നായി ശ്രദ്ധിക്കാനോ അത്തരം കാര്യങ്ങളൊന്നും സാധിക്കില്ലെന്ന് മാത്രമല്ല, ഈ കുഞ്ഞിനെ കുറിച്ച് തന്നെ ഇവർ വല്ലാതെ ആശങ്കപ്പെടും. ഈ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ, കുഞ്ഞിന് വല്ല രോഗം വരുമോ, അല്ലെങ്കിൽ കുഞ്ഞ് മരിച്ചു പോകുമോ, ഇത്തരത്തിലുള്ള ആശങ്ക കൊണ്ട് ഇവർക്കൊട്ടും ഭക്ഷണം കഴിക്കാതെ വരികയും വിശപ്പില്ലാതെ വരികയും തീരെ ഉറക്കമില്ലാതെ വരികയൊക്കെ ചെയ്യും. ഇത് ഇവരുടെ ഡിപ്രഷൻ സ്റ്റേജ് കുറച്ചും കൂടി തീവ്രമാക്കും. ഈ സമയത്ത് പലപ്പോഴും ഇവർ ആത്മഹത്യ പ്രവണത തന്നെ കാണിക്കാറുണ്ട്. അത് പലപ്പോഴും സൂയിസൈഡ് മാത്രമല്ല, ഹോമിസൈഡും കൂടി ആകും. കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ലാതെ ആകുമല്ലോ, എൻ്റെ കുഞ്ഞു വല്ലാതെ വിഷമിക്കുമല്ലോ, ഒറ്റയ്ക്കായി പോകുമല്ലോ എന്ന ചിന്തയിൽ നിന്ന് കുഞ്ഞിനെ അപായപ്പെടുത്തിയിട്ട് ഇവർ സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്, അല്ലെങ്കിൽ സൂയിസൈഡ് ടെൻഡൻസി കാണിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നാണ് അറിയപ്പെടുക. അടിയന്തര ചികിത്സ വേണ്ട ഒരു അവസ്ഥയാണ് ഇത്. പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാനും പറ്റും. നമുക്കറിയാം, പ്രസവത്തെ തുടർന്ന് പലതരത്തിലുള്ള ഹോർമോണൽ ചേഞ്ച് സ്ത്രീകൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ സെറട്ടോണിൻ എന്ന് പറയുന്ന രാസവസ്തു, തലച്ചോറിലെ സെറട്ടോണിന്റെ അളവ് ക്രമാതീതമായി കുറയുന്നതാണ് ഈ പ്രശ്നത്തിന് കാരണം. അപ്പോൾ അതിന്റെ അളവ് നിയന്ത്രിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അതിന്റെ അളവിനെ ബാലൻസ് ചെയ്യുന്ന തരത്തിലുള്ള മരുന്നുകളിലൂടെ പൂർണ്ണമായും ഈ രോഗത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാവുന്നതാണ്. ചിലപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി രൂക്ഷമായ ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു ചെറിയ വിഭാഗം സ്ത്രീകൾ പ്രസവത്തെ തുടർന്ന് എത്തിപ്പെടാറുണ്ട്. നമ്മൾ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ ഒരു വാർത്ത വായിച്ചത് നിങ്ങൾ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാവും. ഒരു സ്ത്രീ പ്രസവിച്ച് കുറച്ച് നാളുകൾ കഴിഞ്ഞതിന് ശേഷം തന്റെ കുഞ്ഞിനെ ഭിത്തിയിൽ അടിച്ചു കൊലപ്പെടുത്തി എന്നതായിരുന്നു ആ വാർത്ത. ഏതാണ്ട് പ്രസവത്തെ തുടർന്ന് ഒരു 2 മാസത്തിനും ഒരു 3-4 മാസത്തിനും ഇടയ്ക്കാണ് ഈ ഒരു മാനസിക പ്രശ്നം, പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് എന്ന് പറയും, പ്രസവാനന്തര ചിത്തഭ്രമം. ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒട്ടും ഉറക്കമില്ലാത്ത അവസ്ഥ, അതിഭയങ്കരമായ ദേഷ്യം, വയലന്റ് ബിഹേവിയർ, പിച്ചും പേയും പറയുക, വല്ലാത്ത ഒരു ഭയം, ഒരു വല്ലാത്തൊരു സംശയം. ചിലപ്പോൾ ഈ കുഞ്ഞ് തന്നെ അപായപ്പെടുത്തുമോ, കൊലപ്പെടുത്തുമോ എന്നൊരു സംശയം. എന്നെ ആരോ അപായപ്പെടുത്താൻ വരുന്നു, അല്ലെങ്കിൽ എന്നെ ആരോ കൊലപ്പെടുത്താൻ വരുന്നു എന്ന തരത്തിലുള്ള സംശയം, അതിഭയങ്കരമായ ദേഷ്യം, വയലന്റ് ബിഹേവിയർ ഒക്കെ ഇതേ തുടർന്ന് ഉണ്ടാവാം.
പലപ്പോഴും ഇവർക്ക് പലതരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുക, അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണാം. ഈ കുഞ്ഞ് തന്നെ കൊലപ്പെടുത്തുമോ അപായപ്പെടുത്തുമോ എന്ന ഭയം കൊണ്ട് ഇവർ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള സാധ്യതയും ഉണ്ട്. അതോടൊപ്പം തന്നെ ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ അത്ര തീവ്രമായ മാനസിക വിഭ്രാന്തിയിലേക്ക് പോകുന്നൊരവസ്ഥ. ഇതാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്. ഇതും വളരെ അടിയന്തര ചികിത്സ വേണ്ടതാണ്. എന്നാൽ ചികിത്സയിലൂടെ നമുക്കിത് പൂർണ്ണമായി സുഖപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യും. തലച്ചോറിലെ ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. ശരിയായ തരത്തിലുള്ള ട്രീറ്റ്മെന്റിലൂടെ നമ്മൾക്ക് പൂർണ്ണമായി അമ്മയെ ഈ രോഗത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും. അതോടൊപ്പം അമ്മയുടെയും കുഞ്ഞിന്റെയും ആയുസ്സും. ഇത്തരം വീഡിയോകൾ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.